വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്നല്ലേ, ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അൺബോക്സ് ചെയ്യുന്നത് എന്ന് പറയാം. ഒരു പ്രൊജക്ടർ ആണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രൊജക്ടറിന്റെ പേര് ബെൻക്യൂ എന്നാണ്. ഇത് ഒരു ഗെയിമിംഗ് പ്രൊജക്ടർ ആണ്. അപ്പം നമ്മൾ ഈ പ്രൊജക്ടർ ചൂസ് ചെയ്തത് ഹോം തിയേറ്റർ സെറ്റപ്പ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഒരു വെൽ വിഷർ സജസ്റ്റ് ചെയ്തത് പ്രകാരമാണ് നമ്മൾ ഈ ബെൻക്യൂ പ്രൊജക്ടർ ചൂസ് ചെയ്തത്. അപ്പോൾ പ്രൊജക്ടറിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. നമ്മുടെ പ്രൊജക്ടറിന്റെ മോഡൽ നമ്പർ TH690ST ആണ്. ബെൻക്യൂവിന്റെ ഗെയിമിംഗ് പ്രൊജക്ടറാണ്. ഇതാണ് നമ്മുടെ ബെൻക്യൂവിന്റെ പ്രൊജക്ടർ. പവർ കോഡ് ഉണ്ട്, ഒരു റിമോട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ഫ്രീ ആയിട്ട് നമുക്ക് ആമസോണിന്റെ ഒരു ഫയർ TV സ്റ്റിക്ക് ഉണ്ട്. പിന്നീട് നമ്മുടെ ഈ റിമോട്ടിന് ഇടാനായിട്ട് 2 ബാറ്ററി ഉണ്ട്. യൂസർ മാനുവൽ ആണ്. നമുക്ക് ഇതിന്റെ ഗൈഡ് ഒന്ന് നോക്കാം. ബെൻക്യൂ ഡിജിറ്റൽ പ്രൊജക്ടർ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആണ്. മോഡൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോം എന്റർടൈൻമെന്റ് സീരീസ് സെറ്റപ്പിന്റെ ബേസിക് ഫങ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ബെൻക്യൂവിന്റെ വാറന്റി ഇൻസ്ട്രക്ഷൻസ് ആണ്. പിന്നെ ഒരു QR കോഡ് തന്നിട്ടുണ്ട്. ബെൻക്യൂവിന്റെ QR കോഡാണ്. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ബെൻക്യൂവിന്റെ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബെൻക്യൂവിന്റെ ഫ്രണ്ട് പാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബെൻക്യൂവിന്റെ ഒരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ യൂണിറ്റ് ലെൻസ്. പിന്നെ ഇവിടെ ഒരു ഹണികോം പാറ്റേണിൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. സീലിംഗ് മൗണ്ട് ചെയ്യാനായിട്ടുള്ള 3 പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള 3 നോബ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സീലിംഗ് മൗണ്ട് ചെയ്യാനുള്ള ബാക്കി എക്യുപ്മെന്റ്സ്, ക്ലാമ്പോ സ്ക്രൂവോ ഒന്നും തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ സീലിംഗ് മൗണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി എക്യുപ്മെന്റ്സ് പുറത്തുനിന്ന് അല്ലാതെ വാങ്ങിക്കേണ്ടതാണ്. ഇതിന്റെ 2 സൈഡിലും സ്പീക്കറിന്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. 5 വാട്ടിന്റെ സ്പീക്കേഴ്സ് ആണ് 2 സൈഡിലും ഉള്ളത്. അങ്ങനെ ടോട്ടൽ 10 വാട്ട് ഔട്ട്പുട്ട് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്കിനി ഈ പ്രൊജക്ടറിന്റെ പോർട്ടുകൾ ഒന്ന് പരിചയപ്പെടാം. 2 HDMI പോർട്ടുകളാണുള്ളത്. HDCP 2.2 ആണ് ഇതിൽ. പക്ഷേ ആർക്കും ഡോൾബി അറ്റ്മോസും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനിയുള്ളത് ഒരു USB പോർട്ടാണ്. 2.5 ആംപിയർ സർവീസ് പോർട്ടാണ്. നമുക്കിതിൽ നോർമൽ USB കണക്ട് ചെയ്യാം. പക്ഷേ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഒന്നും നമുക്കിതിൽ സപ്പോർട്ടല്ല. പിന്നെ ഒരു VGA പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ഇന്നിനുള്ളതും ഓഡിയോ ഔട്ടിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതാണ് നമ്മുടെ AC പവർ പോർട്ട്. SP ഡിജിറ്റൽ ഇൻ്റർഫേസ് പോർട്ടാണ് ഈ കാണുന്നത്. നമുക്ക് എക്സ്റ്റേണൽ സ്പീക്കർ ഇതിൽ കണക്ട് ചെയ്യാം. നോർമൽ റിമോട്ടാണ്. ഓൺ ഓഫ് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇതൊരു ഗെയിമിംഗ് പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ ഗെയിം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്. സൂമിൻ ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് 2D കീസ്റ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ നോർമൽ മെനു ബട്ടൺസ്, ബാക്ക് ബട്ടൺ, മെനു ബട്ടൺ, സോഴ്സ്, പിന്നെ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, സൗണ്ട് കുറയ്ക്കാനും സൗണ്ട് കൂട്ടാനുമുള്ള ഓപ്ഷൻ, സൗണ്ട് മോഡ്, പിക്ക് മോഡ്, എക്കോ ബ്ലാങ്ക്. ഇത്രയുമാണ് ഈ റിമോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബട്ടൺസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫയർ TV സ്റ്റിക്ക് ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഫയർ TV സ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ റിമോട്ടുണ്ട്. HDMI മെയിൽ ടു ഫീമെയിൽ കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫയർ TV സ്റ്റിക്ക്
ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊജക്ടറിന്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ ഈ പ്രൊജക്ടറിന്റെ മറ്റു ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സ് സെർച്ച് ചെയ്യുക. കമന്റ് ബോക്സിലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അത് പിൻ ചെയ്തിരിക്കും. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഇനി പ്രൊജക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. ബൈ ബൈ.